ഗ്ലാസും വെള്ളവും വാങ്ങിച്ചോണ്ട് സമയമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എവിടെ പോയി കിടക്കുന്നു മാറി. അവന്റെ കപ്പലണ്ടി കപ്പലിൽ കുറച്ചാൽ നന്നാക്കി ഇറങ്ങി. നീ എവിടെയായിരുന്നടാ അത്? സാധനം കിട്ടണ്ടേ? നീ ഉണ്ടായിക്കൊണ്ട് വരും ഒഴി. ഓ ഇത് ഇവിടെ ദൈവത്തെ പോലെ കാത്തിരിക്കും നിന്നെ തൊഴാ നിന്നെ ഒഴിയടാ. ഓ കടയിൽ മൊത്തം കളയുന്നു. എടാ ഒഴിയടാ. ആ മതി 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 മതി. ഓ വെള്ളം ഒഴിച്ചടിയടേ. എന്തിനടിയടാ? അയ്യോ എന്നെ കുറ്റം പറഞ്ഞിട്ട് നീ എന്താടാ കാണിക്കുന്ന കൈ വിട്ടി കളിയോ? ഇറക്ക 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 ഇറക്ക. എന്താ ബാറോ വേണമെങ്കിൽ വിളിച്ചാ അങ്ങനെ ഒഴിക്കാൻ പറ്റമായിട്ട് നമുക്കറിയാം. ഞാൻ ഒണിച്ചു കൊടുക്കാം. കമത്തരുത് കുറച്ചേ. അതൊക്കെ എനിക്കറിയാം. അവിടുന്ന് ഇവിടെ നുള്ളി പുറക്കിയിട്ടാണ് ഇത്രയും ഒപ്പിച്ചത്. നീ നിന്റെ വായും പയറോട്ടെങ്കിൽ വന്ന് കയറുമല്ലോ ഒണിയെണ്ണാന്ന് പറഞ്ഞോണ്ട്. നമ്മളെ മേടിച്ചടിച്ചിട്ടുണ്ട് അളിയന്മാര്. അത് ഇവിടെ സംസാരിക്കല്ലേ. അത് ഇറയൊന്നും മാറട്ടാ. നീ വെള്ളം ഒഴിച്ച് കഴിയടാ. കഴിച്ചല്ലേ അളിയ നമ്മളെ ഇരിക്കുന്നേ. നിങ്ങളുടെ സായിപ്പാ കുറച്ച് അടിക്ക്. കുറച്ച് അടിച്ച് പഠിക്കട്ടെ. ഇത് അമൃതാണ്. ഇതൊക്കെ കഴിക്കുന്നതിനൊരു വശമുണ്ട്. എടുക്കാൻ ഒറ്റടി. എങ്ങനെ നീയൊക്കെ തീർക്കറ വശം പറഞ്ഞിരിക്കാൻ അടുത്ത് വെഗ് കഴിക്കാൻ കവട്ടേന്ന്. ഇപ്പോഴാണ് കയ്യങ്കാലിന്റെ വിറയലങ്ങ് മാറിയേ. എന്റെ പൊന്നളിയോ ഒന്നുകൂടെ ഓടിയടാ. ഒന്നുകൂടെ ഒന്ന് 300 മലാവട്ടെ. എടാ നിർത്തി അങ്ങനെ അറപ്പിക്കാതെ അങ്ങോട്ട് ഓടിയടാ. ഒഴിയാ ഫുൾ അങ്ങോട്ട്. എന്തോടാ നീ കാണിക്കുന്നേ? ഇത്തിരി വെള്ളം ഒഴിയണം അതിന്റെ അകത്ത്. വെള്ളം ഒഴിച്ചാൽ ഇതിന്റെ വീര്യം പോവോളിയാ. നിനക്ക് അറിയാത്തോണ്ടാ. അങ്ങനാണെങ്കിൽ അതിൽ നാളെ നീ വിരിഞ്ഞത് തന്നെ. നീ നമ്മുടെ കണ്ട്രാക്ട് അടിക്കുന്ന കണ്ടിട്ടില്ലേ? ആദ്യം അവൻ അത് അടിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു കുടിയനായോളാ. നമ്മുടെ കുടുംബിന്റെ പഠിക്കാൻ പറ. അതൊക്കെ ജാടാ. ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നിന്നെ പോലെ കുടിച്ചിട്ട് ഇങ്ങനെ ഇറക്കണമെന്നല്ല. എന്താ ഞാൻ ജീവിക്കുന്നില്ലേ? അതൊക്കെ ചുമ്മാ പറയുന്നേടാ. അധികകാലം പോത്തില്ല. ഇതൊക്കെ ഉടനെ തീരും. നീ ജീവിക്കുന്നുണ്ട്. അല്ലെ പൂച്ചയെ പോലെ വിറച്ച് ഞാൻ വന്ന കയറിയപ്പോ കണ്ടില്ല ഇവിടെ നിന്ന് നീ വിറയ്ക്കുന്നത്. നീ കൂച്ചാരെ? ഞാൻ അത് കൂച്ച് ഉണ്ടായി കേട്ടോ. കണ്ടാലും വലിയ ഉദ്ദേശം. കണ്ടേക്കായാലും വലിയ ഉദ്ദേശമല്ല നിന്റെ അടുത്ത് പറഞ്ഞത്. കുറച്ചാളൂടെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാ. അത് നീ നിന്റെ ആയിരുന്നു നോക്കാം. പിന്നെ നീ എന്റെ ആയിരുന്നു. എന്നിട്ട് നീ അവന്റെ ആയിരുന്നു നോക്കും. നീ കണ്ടറിനെ നോക്കും. വീട് നോക്കല്ലേ? ഞാൻ നോക്കിയോ. മതി മതി. ഒരുപാട് സമയമായി. പോകാൻ സമയമായി. നീ കപ്പലിന്റെ എടു. നീ വെള്ളം ഗ്ലാസ് എടു. ഇത് ഞാൻ എടുക്കാം. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇത് എന്തെങ്കിലും ഇത് കിട്ടുന്നത് ഞാൻ പറഞ്ഞത്. എന്റെ ഫോന് സമയം ഒരുപാടായടാ. പെട്ടെന്ന് വാടാ. പൊളിഞ്ഞു വീറായിക്കുന്ന കെട്ടടാ. തലേ കൂടെ വീണാ പൊടിയിലും കിട്ടുന്നില്ല കണ്ടുപിടിക്കാൻ. നാളെ വന്നാൽ വിളിക്കൊന്നും പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് കയറ്റിയത് എനിക്കുള്ള വിശ്വാസം കൊണ്ടാ. ഇന്നലത്തെ മാക്കുള്ള കുടി കാരണം തല പൊക്കാൻ വയ്യ. മരവും പറയുന്നു പുല്ലുക്കൊത്തുന്നു. എന്റെ ലൈറ്ററും കത്തുന്നില്ല. ഈ കടലിലെ ലൈറ്റർ തന്നെയാണോ ഇത്? കത്തൊന്നുമില്ല. നീ അതെ കോപ്പ് വലിക്കാൻ വന്നേക്കുന്നു. വായിക്കാൻ വയ്ക്കാത്ത വയനൊക്കെ വന്നേക്കോ ഇവിടെ വലിക്കാൻ. വേഗം വലിച്ചിട്ട് വീട്ടിൽ പോകും. പഞ്ചല്ലോ ഇന്നലെ കൂടിപ്പോയി. കുറച്ചുകൂടി
പോച്ചുകൊണ്ട് കുത്തിയിരിക്കുവാണോ? നീ എവിടെ പോന്നു? പണിക്ക് പോണ്ടേ? നീ വെക്കോ, എനിക്ക് വയ്യ. കണ്ട്രാക്ക് വിളിച്ച് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. കണ്ണർക്ക് എന്തും പോയി പോയിക്കാം. ഇവിടെ ആണെങ്കിൽ തല നൂരാൻ വയ്യ. ഒരെണ്ണം അടിക്കാനുള്ള എങ്ങനെയാണ് കുഴപ്പമെന്ന് പറയാം. കൈ ഇരിപ്പുണ്ടോ വല്ലോ? എന്റെ കയ്യിലൊന്നുമില്ല. വായും വയറോട്ടങ്ങ് ഇറങ്ങിയില്ലയോ? ഒരെണ്ണം അടിക്കാതെ എന്നെ കൊണ്ട് പണി ചെയ്യാൻ പറ്റത്തില്ല. ബ്രഷ് പിടിക്കണ്ടേ? ഇന്നലെ ഞാനല്ലേ എടുത്തേ, ഇന്ന് ഇയാളോട്. എനിക്കില്ല, എന്റെ ഇല്ല. തല പൊളക്കുന്നതാ. ഇന്ന് പണിക്ക് വരാൻ വയ്യ. ഒന്നുമില്ലേ കണ്ടേ? മണി ഇത്ര സമയാന്നറിയോ? പണിക്ക് വരാത്ത എന്താ സമയം എന്താണെന്ന് മനസ്സിലായോ? എന്റെ കണ്ടൊക്കെ മഴയായാലും വെയിലായാലും ഞാൻ ഇന്ന് പണിക്ക് വരുന്നില്ല. ഇന്നലെ അടിച്ചു കൂടിപ്പോയി, തല മുളക്കുന്നതിന്. എടാ, ഇന്നലെ അടിച്ചത് കൂടിപ്പോയതല്ല, നിനക്ക് ഞാൻ പൈസ തന്നത് ഇത്തിരി കൂടിപ്പോയി. മനസ്സിലായോ? ശനിയാഴ്ച ദിവസം ആകുമ്പോ നിനക്ക് അവിടെ ഉണ്ട് ഓമേന്ന് വീണ മാവിയെ കാണാൻ പോണം, കുഞ്ഞമ്മ പറ്റി കിടക്കുന്ന അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ നിനക്ക് 2 ദിവസത്തെ അഡ്വാൻസ് കൂടുതൽ വാങ്ങിക്കുക. എന്നിട്ട് അതൊരു ആക്കം മുട്ട അടിച്ചിട്ട് അങ്ങ് കിടക്കുക. പിറ്റേ ദിവസം പണിക്ക് വരാൻ വയ്യ, വിറയില്ല അവന്. നീ എന്തിനാ പൂച്ച തളിക്കൊന്നിട്ടുണ്ട്? അത് ഒരു ആവശ്യത്തിനല്ലേ എടുക്കുന്നത്. ആവശ്യത്തിന് നീ എന്ത് ചിന്താച്ചാണ് ശാമള കുടിക്കുന്ന? നീ അല്ലേ ഉണ്ട് കൂട്ടുകാരൻ? പണിയുടെ കാര്യം പണിയുടെ കാര്യം ഞാന് ഒറ്റയ്ക്ക് എങ്ങനെയാണെന്ന്. ഇപ്പൊ നിന്റെ പ്രശ്നം എന്തുവാ? ഞാൻ വരുന്നില്ല, എനിക്ക് ബാക്കി എന്റെ തല പൊളക്കുന്നു. എനിക്ക് ഒരു ഒരെണ്ണം അടിക്കാൻ കിട്ടിയാൽ ഞാൻ വരാം. ഒരെണ്ണം അടിക്കാൻ കിട്ടിയാ നീ വരും. അതേയുള്ളൂ നിന്റെ പ്രശ്നം. അതേ ഉണ്ട് എന്റെ പ്രശ്നം. എടാ, ഇതെല്ലാവന്റെ ഒരു തോന്നല. എന്നും അടിച്ചിട്ട് കിടന്നാ പിറ്റേ രാവിലെ എണ്ണീക്കുമ്പോ തലവേദന. ഒരെണ്ണം അടിച്ചാൽ മാറും. തലവേദന മരുന്നാണോ? അതാ അങ്ങനെ ഉള്ളതാ. എന്നാ പിന്നെ തലവേദന ഉള്ളവർക്കെല്ലാം അവർ 90 അങ്ങ് അടിച്ചാ പോരെ? കണ്ട പറയുമ്പോ ഒന്നും അല്ല. നിനക്ക് മാറണമെന്നുണ്ടോ? നിനക്ക് ഇതിൽ നിന്ന് മാറണോ? ഇത് മാറണോ? പിന്നെ മാറണം. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ കേൾക്കുക. നീ ഇന്നൊരു ദിവസം ഞാൻ പറയുന്നത് കേൾക്കുക. ആദ്യം ഈ അടിച്ച് വിറ്റായി കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോ തലവേദന എടുക്കുമ്പോ ഒരെണ്ണം അടിച്ചാലേ മാറും എന്നുള്ളൊരു ഒരു ചിന്ത അങ്ങ് കളയുക. നിന്റെ വീട്ടിലെ എന്റെ വീട്ടിൽ പഴങ്ങഞ്ഞി ഉണ്ടോ? പഴഞ്ഞുണ്ടാവും, ഞാൻ കഴിക്കത്തില്ല. ഒന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, രാവിലെ എണീക്കുമ്പോ നിനക്കത് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നീ നീ വായി കിട്ടി ഛർദ്ദിക്കുക. ആ ഛർദ്ദിക്കുമ്പോ അതങ്ങ് പോവാ, വിഷമെല്ലാം അങ്ങ് പോവും. അതും അല്ല എന്നുണ്ടെങ്കിൽ നീ രാവിലെ എണീച്ചൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വയറ് നിറച്ച് ഇത്തിരി ആഹാരം കഴിക്കുക. നിന്റെയൊക്കെ കുഴപ്പം എന്തോന്നറിയോ? ഇവൻ അടിക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം എന്റെ കൂടെ ഒരു ഇച്ചിരി മദ്യം ഞാൻ കൊടുത്തവൻ അടിച്ചത് 3/4 ഗ്ലാസോളം ഇവൻ അങ്ങ് സാധനം ഒഴിക്കും, ഇച്ചിരിയും വെള്ളം ഒഴിക്കും, എന്നിട്ട് അവനങ്ങ് അടിക്കും. അത് നിനക്കെന്തോ വെപ്രാളമാണോ തീർന്നു പോകുന്നു? അല്ല, തലയ്ക്ക് പിടിക്കാൻ. എടാ, ആണുങ്ങളായ ഇത്തിരി കുടിക്കുന്നവരുണ്ട്. അത് ഒരു മര്യാദ വേണം, മനസ്സിലായോ? 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/4 ഗ്ലാസ് സാധനം ഒഴിച്ചിട്ട് 3/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചടിച്ചു നോക്ക്. നീ ഇപ്പൊ ഇതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും. നീ നേരെ പോയിട്ട് നല്ല കുളിച്ച് ഫ്രഷായിട്ട് നല്ലോണം വയറ് നിറച്ചിട്ട് ആരോ പഴങ്ങഞ്ഞി എന്ന് വെച്ചാൽ തണുത്തത് അടിച്ചിട്ട് അങ്ങോട്ട് കുടിക്കും. എന്നിട്ട് തലവേദന എടുക്കുമെന്ന് വെച്ച് സഹിച്ച് ക്ഷമിച്ചും കട. എടാ, നിന്നെ DADC സെന്ററിൽ കൊണ്ടുപോയിരിക്കട്ടെ. അവിടെ കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നിന്റെ എല്ലാ കടിയും തീരും. ഞാൻ അവിടെ നിന്ന് പോകത്തില്ല. പിന്നെ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് ജയറാം ഇരിക്കുന്ന പോലെ എനിക്ക് ഇരിക്കാം. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് കണ്ടാക്ക് പറ. നീ നേരെ വീട്ടിൽ പോവാ. ഇന്ന് പണിക്ക് വരണ്ട. നല്ലവണ്ണം വയറ് നിറച്ചിട്ട് ആഹാരം കഴിക്കുക. ആഹാരം കഴിച്ച ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുളിയും കഴിച്ച് കഴിയുമ്പോൾ നിന്റെ പ്രശ്നം അങ്ങ് തീരും. ഒരു ക്വാർട്ടർ അടിച്ചാൽ അവൻ ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് രാവിലെ ഞാൻ പണിക്ക് വിളിക്കാൻ പറ്റാൻ വരാം ഇല്ലെന്നുള്ള കാര്യം പറയാം. നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. എന്റെ പണിയെന്ന് പറഞ്ഞു വിടില്ല. നിന്നെ പണിന്ന് പറഞ്ഞു വിടാനല്ല, പറഞ്ഞ മനസ്സിലായോ? അതായത് മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക, വെള്ളത്തിന്റെ അളവ് കൂട്ടുക. അതാകുമ്പോ നിനക്ക് മൂത്രശങ്ക അങ്ങ് മാറും. മൂത്രം പോകുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഓക്കെ, അത് നീ പിടിച്ചു കരുതിക, അതും അങ്ങ് മാറും. പറഞ്ഞ മനസ്സിലായോ? മദ്യം നിന്നെ കുടിക്കരുത്, നീ മദ്യത്തെ കുടിക്കുക. ശരിയല്ലയോ? ആ ഒരു ലെവലിൽ വന്നാൽ നീ രക്ഷപ്പെടും. ഒരാശുപത്രിയിലും പോണ്ട, എങ്ങും പോണ്ട, പണിക്കും വരാം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നോക്കാം. നോക്കാന്നല്ല, നീ ഞാനെന്ന് പറഞ്ഞോളന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എടാ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, നിന്നെ കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടല്ല ഞാൻ ഈ ഐഡിയാസ് പറഞ്ഞു തരുന്നത്. ഇത് പെതിയെ കൊണ്ട് നീ അങ്ങ് നിർത്തണം. അതിന് വേണ്ടുന്നൊരു ഉപാധിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നും രാവിലെ എണീറ്റ് തലവേദന മാറ്റണമെങ്കിൽ ഒരു 90 അടിക്കണമെന്നുള്ള സ്ഥാനത്ത് വയറ് നിറച്ച് ആഹാരം കഴിക്കുക. എന്നിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ട് മദ്യത്തിന്റെ അളവ് കുറച്ചടിക്കുക. എന്നിട്ട് നിനക്ക് പെതിയെ കൊണ്ട് നിർത്താൻ പറ്റും.
ഓ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ 90 മാറ്റാൻ വേണ്ടി ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസം രാവിലെ ഒരു 90 അടിക്കും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നിനക്ക് വീണ്ടും തോന്നും. അങ്ങനെ നിന്റെ ലൈഫൊന്നും പോകത്തില്ലേ? ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. നന്നാവാൻ വേണ്ടി പറഞ്ഞതാ. ആ ഒരു ചിന്താഗതി അങ്ങ് മാറ്റുക. എന്റെ തലവേദന മാറണമെങ്കിൽ ഒരു 90 അടിക്കണം എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കുക. മദ്യപിക്കുന്ന പലരുടെയും പ്രശ്നം ഇതാണ്. ആരും വയറ് നിറച്ച് ആഹാരം കഴിക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. വയറ് നിറച്ച് ആഹാരം കഴിക്കുക. ചെറിയ തോതിലേക്ക് മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക. പെട്ടെന്ന് നിർത്തണ്ട. ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. പെതിയെ കൊണ്ട് നിർത്തിയാൽ മതി. അതിന് ഒരു ഡി-അഡിക്ഷൻ സെന്ററിലോ അത് പറയുന്നവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ആരുടെ വാക്കുകളൊന്നും കേൾക്കാൻ പോണ്ട. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. പെതിയെ കൊണ്ട് നിർത്തിയാൽ മതി കേട്ടോ. ശരി എന്നാ കൂട്ടുകാരും കേട്ടോണേ. ഒരു മഴ പെയ്ത് തോരും പോലെ. ഇപ്പൊ നിന്റെ വിറയിലൊക്കെ മാറിയോടെ? ഇതേ അതെ, നീ കാണാതെ എനിക്ക് കടയിൽ അന്ന് ഒരു 90 തന്നായിരുന്നു. അതിപ്പോ അതൊക്കെ എനിക്ക് തന്നു ഇതിന്റെ ഇടയിൽ കൂടെ ശരി ഒതുകാണ്ടില്ല. പണിക്ക് പോണ്ടേ? ഇടേ ഇന്നില്ലടേ, ഇന്ന് പോണ്ടെന്ന് കണ്ടൊക്കെ പറഞ്ഞതേ. നമുക്കൊരു ചെറുത് എടുത്താലേ? ഇന്ന് അടിക്കുന്നില്ല. നീ വരുന്നുണ്ടോ? പിന്നെ ഞാനുണ്ട്. നമ്മൾ അടിക്കുന്നില്ല, അടിക്കും പണി കഴിഞ്ഞതിന് ശേഷം. അതും ചെറുത്. അങ്ങനല്ല, അത് മതി, അത് മതി. നമുക്ക് വീട്ടിൽ ചെന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കാം. ചാര കഴിച്ചിട്ടാ നോക്കും. ബാധയായാലും പ്രേതമായാലും നമ്മൾ നടിക്കുന്നില്ല. അത്ര ഇന്നലെ ഫിറ്റ് ആയിട്ടേ ചെരുപ്പ് എവിടെയെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയൊന്നും ഒരു പിടുത്തം. അത് സ്ഥിരം മദ്യപാനം കൊള്ളതാടാ. എന്റെ എത്ര ജോലി പോയിരിക്കുന്നു.